Dear friends, Sub-Engineer, Kerala State Electricity Board 2013 നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പോളിടെക്നിക് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. സോ ആ ഒരു സിലബസ് വെച്ചുകൊണ്ടുള്ള എക്സാമാണ് സാധാരണയായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കാറുള്ളത്. സോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് നടന്നിട്ടുള്ള, അതായത് ഏറ്റവും അവസാനമായി നടന്നിട്ടുള്ള 2013 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ അനാലിസ് തുടങ്ങാൻ പോവാണ്. സോ ആദ്യമായിട്ട് ഞാൻ ബേസിക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്ജക്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദി സീരീസ് സർക്യൂട്ട്? വിച്ച് ഓഫ് ദി ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദി സീരീസ് സർക്യൂട്ട്? സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ആദ്യമായിട്ട് ഒരു സർക്യൂട്ട് എന്താണെന്ന് പഠിക്കും. നമുക്കറിയാം സർക്യൂട്ട് 2 ടൈപ്സ് ഉണ്ട്, 2 ടൈപ്സ് സർക്യൂട്ട്സ് ഉണ്ട്: സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട്. സോ അതിൽ ഏത് ക്വാണ്ടിറ്റിയാണ് സെയിം ആയി വരുന്നത്, എല്ലാ ഭാഗത്തും തുല്യമായി വരുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ വളരെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നമ്മളിതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു സർക്യൂട്ട് ഇവിടെ വരയ്ക്കും. സോ ആ സർക്യൂട്ടിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഈക്വലായി വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് കറണ്ടുണ്ട്, വി ഹാവ് വോൾട്ടേജ്, പവർ ആൻഡ് റെസിസ്റ്റൻസ്. അല്ല, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, നമുക്കറിയാം. സോ ഞാനിവിടെ ഒരു സീരീസ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണയായിട്ട് ഒരു സീരീസ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ സർക്യൂട്ടിൻ്റെ എലമെൻറ്റ്സ് കാണും. നമുക്ക് റെസിസ്റ്റൻസ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. ബട്ട് നമ്മളൊരു സർക്യൂട്ട് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ റെസിസ്റ്റൻസ് ആണ് വരച്ച് തുടങ്ങുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സീരീസ് സർക്യൂട്ട് ഇവിടെ വരയ്ക്കാൻ പോവാണ്. സോ സീരീസ് എന്ന് പറയുമ്പോൾ 2 എലമെൻറ്റ്സ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ R1 റെസിസ്റ്റൻസ്, ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് R2. സോ ആ ഒരു സീരീസ് സർക്യൂട്ട് ഞാനൊരു വോൾട്ടേജ് സോഴ്സിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ V ഈസ് എ വോൾട്ടേജ് സോഴ്സ്, അല്ലെങ്കിൽ ഒരു ബാറ്ററി. ആ ബാറ്ററിയിലേക്ക് ഈ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും ഇവിടെ ഈക്വലായി വരിക എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് ഇതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. സോ ഈ ഒരു സർക്യൂട്ടിൽ നമുക്കൊരു കറണ്ട് ഫ്ലോ കാണാൻ പറ്റും ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ ആ കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അല്ലേ. R1ലും R2ലും കൂടെ ഒഴുകുന്ന ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ കറണ്ട് വിൽ ബി സെയിം. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ കറണ്ടാണ് സെയിമായി വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റാണ്. എന്നിരുന്നാലും ഈ ഒരു സർക്യൂട്ട് വെച്ചുകൊണ്ട് ഞാനതിനെ അനലൈസ് ചെയ്യുന്നു. സോ വാട്ട് അബൌട്ട് വോൾട്ടേജ്? വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ് അക്രോസ് ദീസ് 2 റെസിസ്റ്റൻസസ് R1 ആൻഡ് R2. ഈ 2 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമ്മൾ ഒരു V വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ വോൾട്ടേജ് എന്താ ചെയ്യപ്പെടുക? വോൾട്ടേജ് ഡിവൈഡ് ചെയ്യപ്പെടും അല്ലെ. വോൾട്ടേജ് എന്ന് പറയുന്നത് എനർജിയാണ്. വോൾട്ടേജ് ഈസ് ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ഈ R1 R2 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ എനർജി എന്ത് ചെയ്യും? R1നും R2നും അക്രോസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യപ്പെടും. നമുക്കറിയാം ഈ R1 അക്രോസ് ആയിട്ട് ഒരു പ്ലസ് മൈനസ് വോൾട്ടേജ് അവിടെ V1 ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യും. അതേപോലെ R2ന് അക്രോസ് ആയിട്ട് മറ്റൊരു വോൾട്ടേജ് V2 അവിടെ ഡെവലപ്പ് ചെയ്യും. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ V എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് V1 ആൻഡ് V2 ഇവിടെ റെസിസ്റ്റൻസസ് R1 ആൻഡ് R2ൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം V1 ഈസ് ഈക്വൽ ടു, V1 എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻസ് വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. സോ V1 ഈസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഇൻറ്റു ദ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് ദാറ്റ് ഈസ് V. നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സർക്യൂട്ടിൽ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. നമ്മളൊരു വോൾട്ടേജ് V അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ if we have 2 റെസിസ്റ്റൻസസ് R1 ആൻഡ് R2, അല്ലെങ്കിൽ if we have n number of resistances
എത്ര റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് ഇസ് ഗെറ്റിംഗ് ഡിവൈഡഡ് അല്ലേ, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏത് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടാണോ നമുക്ക് വോൾട്ടേജ് കാണേണ്ടത്, ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ദി ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ്. ദാറ്റ് ഈസ് ദി ബേസിക് കൺസെപ്റ്റ് ഇൻ എ സർക്യൂട്ട്. സോ V1 is equal to R1 divided by R1 plus R2 into V. In the same way നമുക്കെന്ത് പറയാം, R2നെ ക്രോസ് ആയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V2. സോ V2 is equal to R2 divided by total resistance is again R1 plus R2 into total applied voltage, that is V. സോ ഇതാണ് ഈ രണ്ട് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒരിക്കലും വോൾട്ടേജ് എന്നാവാൻ സാധ്യതയില്ല, കാരണം ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ ഓൾ പാർട്സ് ഓഫ് ദി സീരീസ് സർക്യൂട്ടിൽ ഒരിക്കലും വോൾട്ടേജ് എന്തായി വരുന്നില്ല, സെയിം ആയിട്ട് വരുന്നില്ല. സോ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പവറാണ്. നമുക്കറിയാം പവർ സാധാരണയായിട്ട് നമ്മൾ പവർ P is equal to, we have 3 equations അല്ലെ, പവറിന് നമ്മൾ 3 ഇക്വേഷൻസ് എഴുതാറുണ്ട്. പവർ P is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, and power P is equal to V square divided by R, voltage square divided by the resistance. Or one more equation we have, power is equal to I square into R. നമുക്ക് 3 ഇക്വേഷൻസ് ആണുള്ളത് അല്ലേ. സോ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ട്, നമുക്ക് കറണ്ട് ഉണ്ട്, കറണ്ട് സെയിം ആണ് അല്ലേ. സോ I square R എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് V square by R എടുക്കാം, ബിക്കോസ് രണ്ട് റെസിസ്റ്റൻസസ് വാല്യൂസ് R1 ആൻഡ് R2 ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഞാൻ I square R ഇക്വേഷനാണ് എടുക്കുന്നതെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് I square ഇൻറ്റു R1 ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് I square ഇൻറ്റു R2 ആയിരിക്കും അല്ലേ. നമ്മൾ രണ്ടും I square ആണ് എടുത്തിരിക്കുന്നത്, ബിക്കോസ് സീരീസ് സർക്യൂട്ടിൽ കറണ്ട് ഈസ് സെയിം. അപ്പോൾ നമ്മൾ പവർ നോക്കുന്ന സമയത്ത് രണ്ട് റെസിസ്റ്റൻസിലും R1ലും R2ലും എന്താണ് പവർ ഡിഫറൻ്റ് ആണ്, ബിക്കോസ് ഒന്ന് I square R1 ആണ്, ഒന്ന് I square R2 ആണ്. അപ്പോൾ R1 R2 വാല്യൂസ് ഡിഫറൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ R1ൻ്റെ വാല്യൂ ഒരു 5, R2ൻ്റെ വാല്യൂ ഒരു 10 ആണെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ വിൽ ബി ഡിഫറൻറ്റ്. സോ പവർ ഒരിക്കലും സീരീസ് സർക്യൂട്ടിൽ ഓൾ പാർട്സ് ഓഫ് ദ സർക്യൂട്ടിൽ എന്താവില്ല, എല്ലാ ഭാഗത്തും പവർ എന്താവില്ല, ഈക്വൽ ആയിട്ട് നമുക്ക് വരില്ല. നാലാമത്തെ ഓപ്ഷൻ എന്താണ്, വി ഹാവ് റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണല്ലേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം റെസിസ്റ്റൻസ് ബേസിക് ഇക്വേഷൻ ഈസ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒരു പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, റോ ഇൻറ്റു L ബൈ A. റോ ഈസ് ദി മെറ്റീരിയൽ അല്ലേ, ഏത് മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. L എന്ന് പറയുന്നത് ലെങ്ത് ആണ് അല്ലേ, നമ്മളൊരു പാത്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു പാത്തിൻ്റെ ലെങ്ത്, സോ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ A എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്യൂർലി ആ എലമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. എലമെൻറ്റ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ദാറ്റ് ഈസ് റോ, ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി. ആൻഡ് L ആ എലമെൻറ്റിൻ്റെ ലെങ്ത്ത്, നമ്മളൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ദെൻ A ഡിവൈഡഡ് ബൈ A ഈസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് ഡിപ്പെൻഡ് ചെയ്യും. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും ഒരു സീരീസ് സർക്യൂട്ടിൽ എല്ലാ ഭാഗത്തും ഈക്വൽ അല്ല, ഡിഫറൻറ്റ് ആണ്. സോ ഇവിടെ കറണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ കറണ്ട് ഈസ് സെയിം ഇൻ സീരീസ് സർക്യൂട്ട്, കറണ്ട് ഈസ് സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദി സീരീസ് സർക്യൂട്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ചോദ്യം, ഫ്ലോ ഓഫ് ഹൗ മെനി ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് വിൽ പ്രൊഡ്യൂസ് കറണ്ട് ഓഫ് 1 ആംപിയർ. അത് എത്ര ഇലക്ട്രോൺസ് ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്താൽ പെർ സെക്കൻഡ് അല്ലേ, ഒരു സെക്കൻഡ് നേരത്തേക്ക് എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്താലാണ് അവിടെ 1 ആംപിയർ കറണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഇവിടെയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ ബേസിക് ഇക്വേഷൻ? നമുക്കറിയാം കറണ്ട് I ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T അല്ലെ, Q ഡിവൈഡഡ് ബൈ T.
സോ വാട്ട് ഈസ് കറണ്ട്? ദ ഡെഫിനിഷൻ ഓഫ് കറണ്ട് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ നമുക്ക് കറണ്ട് I ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T എന്ന് എഴുതാം, where Q ഈസ് ദി ചാർജ് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട് ആൻഡ് T ഈസ് ദി ടൈം ടേക്കൺ, അല്ലേ? സോ ഇവിടെ നമുക്ക് യൂണിറ്റ് ടൈമാണ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ടൈം T ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് എടുക്കാം. നമുക്കിവിടെ Q ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ നമുക്കറിയാം കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ മെറ്റൽസിൽ ചാർജ് ഉണ്ടാക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? I ഈസ് ഈക്വൽ ടു Q എന്നുള്ളതിനെ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ Q ഈസ് നത്തിങ് ബട്ട് N ഇൻറ്റു E ഡിവൈഡഡ് ബൈ T. E ഈസ് ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജാണ് E എന്ന് പറയുന്നത്. സോ N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു കണ്ടക്ടറിലൂടെ. സോ അവിടെ ടോട്ടൽ ചാർജ് 3 ആയിരിക്കും, N ഇൻറ്റു E ആയിരിക്കും, അല്ലെ? 100 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ 100 ഇൻറ്റു E ആയിരിക്കും, വേർ E ഈസ് ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ. സോ വി ഹാവ് N നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആ Nൻ്റെ വാല്യൂ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്താലാണ് ഒരു സർക്യൂട്ടിൽ 1 ആംപിയർ കറണ്ട് കിട്ടുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് I എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം? 1 ഈസ് ഈക്വൽ ടു എന്നെടുക്കാം. Nൻ്റെ വാല്യൂ നമുക്കറിയില്ല, വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് N. E എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് E? E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ, അല്ലെ? ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? നമ്മൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളോം. നമുക്കറിയാം ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബാണ്. സോ E ഈസ് നത്തിങ് ബട്ട് 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളോം. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് പഠിച്ചിരിക്കുക. സോ N ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡ് ബൈ T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്, അല്ലേ? ബിക്കോസ് പെർ സെക്കൻഡ് നമ്മളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് Nൻ്റെ വാല്യൂ കിട്ടണം. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ഹാവ് N ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? 1.6 ഇൻറ്റു 10⁻⁻⁹ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ഈ താഴെ ഡിനോമിനേറ്റർ 1 നമ്മൾ ഒഴിവാക്കുന്നു. സോ 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻⁹. സോ ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് N, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 10⁻⁻⁹ ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ 10⁻⁹ എന്നാവും. സോ 1 ഡിവൈഡ് ബൈ 1.6 കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ 10 ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁸ എന്ന് എഴുതുന്നു. സോ 10 ഡിവൈഡ് ബൈ 1.6 ആണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ആൻസറിനെ നമ്മൾ ഓപ്ഷനായിട്ട് താരതമ്യം ചെയ്യുന്നു. സോ A 10⁻⁸ ഉണ്ട്, അല്ലേ? B അല്ല, C അല്ല, വി ഹാവ് D 10⁻⁹ ആണ്. സോ 10⁻⁸ വാല്യൂ വരുന്ന ഓപ്ഷൻ A ഉണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം 10 ഡിവൈഡ് ബൈ 1.6. സോ എന്ത് ചെയ്യാം? 100 ഡിവൈഡ് ബൈ 16 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 8. സോ 50 8 എത്ര ടൈംസ് ഉണ്ട്? വി ഹാവ് 6 ടൈംസ്, അല്ലെ? 48 ആണ്, ബാക്കി 2. 20 വി ഹാവ് 2 ടൈംസ്. സോ 16 ആണ്, ബാക്കി 4. 40 വി ഹാവ് 0. സോ 62.5, 6.25, അല്ലേ? 6.25. സോ 50 ഡിവൈഡ് ബൈ 8 ഈസ് നത്തിങ് ബട്ട് 6.25 ഇൻറ്റു 10⁻⁸. സോ ഓപ്ഷൻ A ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 10 ഡിവൈഡ് ബൈ 1.6 എഴുതുന്ന സമയത്ത് തന്നെ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും. നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ എയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഈ 4 ഓപ്ഷൻസ് കമ്പയർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. Then we have question number 3. In which of the following substances the resistance decrease with the increase in temperature? താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റൻസസിൽ ഏതിലാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റിലേഷൻ ഏത് സബ്സ്റ്റൻസിലാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം നമുക്ക് സബ്സ്റ്റൻസസ് 3 ടൈപ്സ് ഉണ്ട്, അല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഫസ്റ്റ് വൺ വി ഹാവ് കണ്ടക്ടേഴ്സ്, ദെൻ വി ഹാവ് സെമി കണ്ടക്ടേഴ്സ്, ദെൻ വൺ മോർ വി ഹാവ് ഇൻസുലേറ്റേഴ്സ്. സോ നമ്മൾ സബ്സ്റ്റൻസ് അതിൻ്റെ കണ്ടക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും.
ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ടേഴ്സ്, ദെൻ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സോ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. വി ഹാവ് അനദർ ടേം ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മളതിനെ ആൽഫ എന്ന് പറയും. ആൽഫ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഈ ആൽഫ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണോ എന്നുള്ള കാര്യം നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. സോ നമുക്കറിയാം കണ്ടക്ടേഴ്സിൽ ആൽഫ വാല്യൂ ഈസ് പോസിറ്റീവ് ആണ് അല്ലേ. അതേപോലെ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിൽ ആൽഫ വാല്യൂ നെഗറ്റീവ് ആണ്. എന്താണ് ഈ ആൽഫ വാല്യൂ പോസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടക്ടേഴ്സിൽ ആൽഫ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് അല്ലെ. ഒരു പോസിറ്റീവ് റിലേഷനാണ് അവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിൽ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള എഫക്റ്റാണ് അവിടെ ഉള്ളത്. എന്താണ് നെഗറ്റീവ് വാല്യൂ ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ് വാല്യൂ മീൻസ് ആസ് വി ഇൻക്രീസ് ടെമ്പറേച്ചർ ദ റെസിസ്റ്റൻസ് ഡിക്രീസസ് അല്ല, ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റിലേഷനാണ് അവിടെ നമുക്ക് ഉള്ളത്. സോ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഫോർ കണ്ടക്ടേഴ്സ് വി ഹാവ് ആൽഫ ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് when temperature increases resistance increases, and for semiconductors and insulators we have alpha values negative, that is as we increase the temperature the resistance decreases എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യമുണ്ട്, ആൽഫ ഈസ് ഈക്വൽ ടു 0 വരാം ഇൻ സം കേസസ്. അത് അലോയ്സിലാണ് സാധാരണ വരാറുള്ളത്. കണ്ടക്ടേഴ്സ് തന്നെ നമുക്ക് രണ്ട് മെറ്റൽസ് ചേർത്ത്, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് മെറ്റൽസ് ആണല്ലേ, കോപ്പർ, അലൂമിനിയം, അതേപോലത്തെ മെറ്റൽസ് ആണ്, സിൽവർ തുടങ്ങിയ മെറ്റൽസ് ആണ് നമ്മൾ കണ്ടക്ടേഴ്സായിട്ട് സാധാരണ പറയാറുള്ളത്, നിക്കൽ. സോ നമുക്ക് രണ്ട് അലോയ് എടുക്കുകയാണെങ്കിൽ രണ്ട് മെറ്റൽസ് ചേർത്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് അലോയ് എന്ന് പറയുന്നത്. ഇൻ സെർട്ടൻ അലോയ്സ് വി ഹാവ് ആൽഫ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ആൽഫ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ എത്ര കൂട്ടിക്കഴിഞ്ഞാലും റെസിസ്റ്റൻസ് കൂടാനോ കുറയാനോ പോകുന്നില്ല. അതായത് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി അവിടെ ഇല്ല എന്നുള്ളതാണ് ആൽഫ വാല്യൂ 0 എന്ന് പറയുന്നത്. സോ ആൽഫ വാല്യൂ 0 ആയിട്ടുള്ള മെറ്റീരിയൽ സാധാരണ നമുക്ക് പരിചയമുണ്ട്. ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റൻറ്റൻ അല്ലെ. കോൺസ്റ്റൻറ്റൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ മാംഗനിൻ, യുറേക്ക, ദീസ് ആർ ദി മെറ്റീരിയൽസ് ഹാവിങ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 0. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഒരിക്കലും വാരി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് ഒരിക്കലും വാരി ചെയ്യുന്നില്ല. അതാണ് ആൽഫ ഈക്വൽ ടു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമൺലി ദീസ് കോൺസ്റ്റൻറ്റൻ, മാംഗനിൻ, യുറേക്ക എന്നൊക്കെ പറയുന്നത് അലോയ്സ് ഓഫ് മെറ്റൽസ് ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നമുക്ക് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലെ. കോപ്പർ എന്ന് പറയുന്നത് പ്യുവർ കണ്ടക്ടർ ആണ്. സോ കോപ്പർ ഇസ് നോട്ട് ദി ആൻസർ ബിക്കോസ് കോപ്പറിൻ്റെ ആൽഫ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സിൽവർ എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ആണ് അല്ലേ. വിച്ച് ഈസ് ദ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയാനുള്ള ആൻസറാണ് സിൽവർ എന്ന് പറയുന്നത്. സോ കോപ്പർ, സിൽവർ, അലൂമിനിയം ഇതൊക്കെ എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. സോ അവിടെയൊക്കെ ആൽഫ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റൻ ആണ് വിത്ത് ആൽഫ വാല്യൂ 0 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് കാർബൺ. കാർബൺ സാധാരണയായിട്ട് നമ്മൾ ഇൻസുലേറ്റർ ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. കാർബൺ ഈസ് ആൻ ഇൻസുലേറ്റർ. സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഗുഡ് ഇൻസുലേറ്റർ അല്ല എങ്കിൽ കൂടി കാർബണിൻ്റെ ആൽഫ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ കാർബൺ എന്താണ്? കാർബൺ ഈസ് ആൻ ഇൻസുലേറ്റർ. കാർബൺ ഈസ് ആൻ ഇൻസുലേറ്റർ ഫോർ ദി ഇലക്ട്രിസിറ്റി. ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് കാർബൺ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? കാർബണിൻ്റെ ചില ഗ്രാഫൈറ്റ് പോലത്തെ ചില അതിൻ്റെ അലോട്രോപിക് ഫോംസ് ഒക്കെ കണ്ടക്ടറായിട്ട് ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഒക്കെ സാധാരണ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാറുണ്ടെങ്കിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് കാർബൺ ഇൻസുലേറ്ററിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആൽഫ വാല്യൂസ് നെഗറ്റീവാണ്. സോ നമുക്ക് ഡൗട്ടില്ലാതെ തന്നെ പറയാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. സോ ഓപ്ഷൻ ഡി ഈസ് ദി right answer here. Okay, that's all about this question.
സോ അടുത്തൊരു ചോദ്യം, നാലാമത്തത്, എ 200 വാട്ട്സ് ബൾബ് ആൻഡ് എ 100 വാട്ട് ബൾബ് ബോത്ത് കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ 220 വോൾട്ട് സപ്ലൈ. ദ പവർ കൺസ്യൂംഡ് ബൈ ദം വിൽ ബി. സോ ചോദ്യം വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് രണ്ട് ബൾബുണ്ട്. ഒന്ന് 200 വാട്ട്സ് ബൾബാണ്, രണ്ടാമത്തത് 100 വാട്ട്സ് ബൾബാണ്. രണ്ടും സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ നമ്മൾ നേരത്തെ ഒരു സീരീസ് സർക്യൂട്ട് വരച്ചിരുന്നു. നോക്കാം, നമുക്കൊരു 100 വാട്ട് ബൾബുണ്ട് ആൻഡ് വി ഹാവ് അനദർ നമുക്കൊരു 200 വാട്ട് ബൾബ് ആൻഡ് 100 വാട്ട് ബൾബാണ് നമുക്കുള്ളത് അല്ലേ. സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇത് രണ്ടും ഒരു 220 വോൾട്ടിലേക്ക് 220 വോൾട്ട് സപ്ലൈയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദ പവർ കൺസ്യൂംഡ് ബൈ ദം വിൽ ബി. ദം അവിടെ ശ്രദ്ധിക്കണം, ദം എന്ന് പറയുന്നത് ഈ രണ്ട് ബൾബും കൂടി കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സാധാരണയായിട്ട് ഒരാൾ ഇതിൽ 200 വാട്ട്സ് അതേപോലെ 100 വാട്ട്സ് ആണ്. സോ 200 പ്ലസ് 300 200 പ്ലസ് 100 ഈസ് ഈക്വൽ ടു, സാധാരണയായിട്ട് ഒരാൾ 200 പ്ലസ് 100 ഈസ് ഈക്വൽ ടു 300 വാട്ട്സ് എന്ന ആൻസറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. അങ്ങനെയാണോ ആൻസർ വരിക എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. ഇതൊരിക്കലും സാധ്യമല്ല. കാരണം എന്താണ്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഈ 100 വാട്ട്സ് അല്ലെങ്കിൽ 200 വാട്ട്സ് ബൾബ് ഉണ്ട് അല്ലേ. നമ്മൾ 200 വാട്ട്സ് ബൾബ് സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടി നമുക്കങ്ങനെ പരിഗണിക്കാം. സോ ഈ രണ്ട് ബൾബും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വയറിങ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വയറിങ് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ് അല്ലേ. ഓരോ ഇൻസ്ട്രുമെൻസും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്കൊരു KCB നമുക്ക് വരുന്ന ഒരു സപ്ലൈ ഉണ്ട്, ഫേസ് ന്യൂട്രൽ സപ്ലൈ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ രണ്ട് വയർ വീട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്, ഫേസിൽ നിന്ന് ന്യൂട്രലിൽ നിന്ന്. ദെൻ നമുക്ക് അതിൽ നിന്ന് ഒരു ബൾബ് നമ്മൾ വർക്ക് ചെയ്യും, നമുക്കൊരു ഫാന് വർക്ക് ചെയ്യും അല്ലേ. സോ ഇതൊക്കെ പാരലൽ കണക്ഷൻസ് ആണ്. ഫേസിൽ നിന്ന് ന്യൂട്രലിൽ നിന്ന് എടുത്തിരിക്കുന്ന പാരലൽ കണക്ഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഡൊമസ്റ്റിക് വയറിംഗ് എന്ന് പറയുന്നത് പാരലലാണ്. സോ അങ്ങനെയാണ് ഈ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 200 വാട്ട്സ് ബൾബ് നമ്മുടെ വീട്ടിലുണ്ട്, ഒരു 100 വാട്ട്സ് ബൾബുണ്ട്, നമ്മൾ 220 വോൾട്ട് സപ്ലൈ KCB സാധാരണ തരുന്നത് ഒരു 250 വോൾട്ട് സപ്ലൈ ആയിരിക്കും അല്ലേ. 220 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ബൾബ് കൂടി കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 200 പ്ലസ് 100 ഈസ് ഈക്വൽ ടു 300 ആയിരിക്കും. അതിൽ നമുക്കൊരു സംശയമില്ല. ബട്ട് ഇവിടെ നമുക്ക് സീരീസിലാണ് ഈ രണ്ട് ബൾബും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്താൽ അങ്ങനെ പവർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്തുകൊണ്ടാണ് പാരലൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പവർ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളത്? ബിക്കോസ് നമ്മൾ ബൾബ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജിനായിരിക്കും അല്ലേ. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ടാണ്. സോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 250 വോൾട്ടിലായിരിക്കും. സോ സെയിം വോൾട്ടേജ് കിട്ടുന്ന സർക്യൂട്ടിലായിരിക്കും അതിൻ്റെ പവർ, റേറ്റഡ് പവർ അത് തരിക. സോ നമുക്ക് KCB തരുന്നത് 250 വോൾട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും. സോ എല്ലാ പാർട്സ് ഓഫ് ദ സർക്യൂട്ടിൽ, ഓൾ പാർട്സ് ഓഫ് ദ സർക്യൂട്ടിൽ നമുക്ക് ആ 250 വോൾട്ട് അവൈലബിൾ ആയിരിക്കും, വോൾട്ടേജിൻ്റെ കുറവില്ല എങ്കിൽ അല്ലേ. സോ നോർമൽ കണ്ടീഷനിൽ നമുക്കൊരു പാരലൽ സർക്യൂട്ടിൽ എല്ലാ ഓൾ പാർട്സ് ഓഫ് ദ സർക്യൂട്ടിൽ എന്തായിരിക്കും, നമുക്ക് വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും. സോ ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ സർക്യൂട്ട് എലമെൻസും, ഫോർ എക്സാമ്പിൾ ബൾബ്, ഫാൻ, ഇതൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ റേറ്റഡ് പവർ നമുക്ക് തരും. ഫോർ എക്സാമ്പിൾ 100 വാട്ട്സ് ബൾബ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഫോർ 220 വോൾട്ട് അല്ലെങ്കിൽ 250 വോൾട്ട്. സോ അതിൻ്റെ ഫുൾ റേറ്റഡ് പവർ നമുക്ക് തരും. അതേപോലെ ഒരു 200 വാട്ട്സ് ബൾബ് അതിൻ്റെ ഫുൾ പവർ നമുക്ക് തരും. സോ ടോട്ടൽ പവർ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. 200 പ്ലസ് 100 ഈസ് ഈക്വൽ ടു 300 നമുക്ക് പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതൊരു സീരീസ് സർക്യൂട്ട് ആണല്ലേ. ഇവിടെ വോൾട്ടേജ് ഈക്വൽ അല്ല. നമ്മൾ നേരത്തെ പഠിച്ചാണ് കറൻറ്റാണ് ഈക്വൽ. സോ വോൾട്ടേജ് ഈക്വൽ അല്ല. ഇവിടെ നമുക്ക് ആ രണ്ട് ബൾബിൻ്റെ റേറ്റഡ് വോൾട്ടേജ് തന്നിട്ടില്ല, ഡിസൈൻ ചെയ്തിട്ടുള്ള വോൾട്ടേജ് തന്നിട്ടില്ല. ബട്ട് സപ്ലൈ വോൾട്ടേജ് 220 വോൾട്ടാണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 220 വോൾട്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് നമുക്ക് അനുമാനിക്കാം. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എത്രയായിരിക്കും ഈ രണ്ട് ബൾബും കൂടി കൺസ്യൂം ചെയ്യുന്ന പവർ എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഈ രണ്ട് ബൾബിൻ്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്.
ബിക്കോസ് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ അറിഞ്ഞാൽ മാത്രമാണ് ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. സോ നമുക്കറിയാം ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് സെയിം ആയിരിക്കും. ആ കറണ്ടിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് ബൾബിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുകയാണ്. സോ ഒന്നാമത്തെ ബൾബ് എന്ന് പറയുന്നത് 220 വോൾട്ട് 200 വാട്ട്സ് ബൾബാണ് അല്ലേ. സോ രണ്ടാമത്തെ ബൾബ് B2 എന്ന് പറയുന്നത് സെയിം 220 വോൾട്ട് 200 വാട്ട്സ് ബൾബ്. സോ നമ്മളെങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ P = V² / R എന്നുള്ളതാണ്. സോ ഫ്രം ദിസ് വി ഹാവ് R = V² / P. സോ നമുക്കൊരു ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വോൾട്ടേജ് സ്ക്വയർ / പവർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ എന്തായിരിക്കും R1 ഒന്നാമത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് V², ദാറ്റ് ഈസ് 220² / 200. അത്രയും ഓംസ് ആയിരിക്കും ഒന്നാമത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ R2 = രണ്ടാമത്തെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് സെയിം 220² / പവർ ഈസ് 100 ആണ് അല്ലേ. രണ്ടാമത്തെ ബൾബ് 100 ആണ്. സോ ഇറ്റ് ഈസ് 100. സോ 220² / 100 ഓംസ്. സോ ഇത് രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ബൾബും കൂടി കൺസ്യൂം ചെയ്യുന്ന പവറാണ്. സോ നമുക്കതൊരൊറ്റ എലമെൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ബൾബും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. സോ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എ സീരീസ് സർക്യൂട്ട്? രണ്ട് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്താൽ നമുക്കറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R1 + R2 ആയിരിക്കും അല്ലേ. ടോട്ടൽ റെസിസ്റ്റൻസ് R effective is equal to R1 + R2 എന്നുള്ളതായിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 220² / 200 പ്ലസ് 220² / 100. നമ്മൾ കാൽക്കുലേഷൻ ഇപ്പോൾ ചെയ്യേണ്ടതില്ല, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും അല്ലേ. നമുക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാൻ R1 + R2 അവിടെ തൽക്കാലം അവിടെ വെക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണം I. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I ഹിയർ? I ഈസ് ഈക്വൽ ടു വോൾട്ടേജ് / ദിസ് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ. വോൾട്ടേജ് / റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കാനായിട്ട് പവറിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണോ നമുക്ക് ആൻസർ കിട്ടാവുന്നത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലേ. പവർ P = I² × R നമുക്ക് എടുക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് V² / R എടുക്കാം അല്ലെ, V² / R. അല്ലെങ്കിൽ നമുക്ക് വി ഹാവ് അനദർ ഇക്വേഷൻ I² R V² / R, അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് V × I. സോ ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് വോൾട്ടേജ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്ലൈഡ് വോൾട്ടേജ് 220 ആണ്. കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് ഈ രണ്ട് സർക്യൂട്ടിൻ്റെ കൂടി റെസിസ്റ്റൻസ് നമുക്ക് R എന്ന് നമുക്ക് ഇവിടെ 220² / 200 പ്ലസ് 220² / 100 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ റെസിസ്റ്റൻസും വോൾട്ടേജും ഉള്ള ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കറണ്ട് കണ്ടുപിടിച്ച് I² R വരണം, അല്ലെങ്കിൽ V × I വരണം. അത് വൺ മോർ സ്റ്റെപ്പ് നമുക്ക് എടുക്കും അല്ലെ, കൂടുതൽ നമുക്ക് സമയം എടുക്കും. സോ നമുക്ക് 3 ഇക്വേഷൻസ് കയ്യിലുണ്ടെങ്കിൽ കൂടി ഏറ്റവും എളുപ്പത്തിൽ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ V² / R എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നു. സോ വാട്ട് ഈസ് ദ ടോട്ടൽ പവർ? P = V² / R, where R is the total resistance അല്ലേ. സോ P = V² / R effective. വോൾട്ടേജ് സെയിം ആണ്, 220 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 220² നമുക്ക് ഈ ഒരു വാല്യൂ എഴുതാം. ഈ ഒരു വാല്യൂ കുറച്ചുകൂടി നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ദിസ് ഈക്വൽ ടു R effective ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 200 and 100 ആണ്. ആഡ് ചെയ്യാനായിട്ട് ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതിന് ഞാൻ 2 കൊണ്ട് ഈ രണ്ടാമത്തെ ടേമിന് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്ത് ചെയ്യും, 220² / 200 പ്ലസ് 2 × 220²
ഡിവൈഡ് ബൈ 200 അല്ലേ, നമുക്ക് ആ രീതിയിൽ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 220 സ്ക്വയർ പ്ലസ് 2 × 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രാക്ഷൻ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ 220 സ്ക്വയർ പ്ലസ് 2 × 220 സ്ക്വയർ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 3 × 220 സ്ക്വയർ ഡിവൈഡ് ബൈ 200. ഇത് കാൽക്കുലേഷൻ ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, അവസാനത്തേക്ക് മാറ്റി വെക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ദിസ് ഈസ് ആർ ഇഫക്റ്റീവ്. സോ ആർ ഇഫക്റ്റീവിൻ്റെ വാല്യൂ ഞാനിവിടെ പുട്ട് ചെയ്യാൻ പോവാണ്. സോ 3 × 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ 200. സോ നമുക്കറിയാം ഈ 220 സ്ക്വയറും 220 സ്ക്വയറും ക്യാൻസൽ ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 200 നേരം ന്യൂമറേറ്ററിലേക്ക് പോകും. സോ 200 ഡിവൈഡ് ബൈ 3. 200/3 എന്ന് പറയുമ്പോൾ 20ൽ 3 6 ടൈംസ് അല്ലേ 18 ആണ്. ബാലൻസ് 2 ഉണ്ട്. അഗെയിൻ 20ൽ 6 ടൈംസ്, അഗെയിൻ ബാലൻസ് 2, ദെൻ 20ൽ. സോ 66.66 എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? 220 വാട്ട്സ്, 100 വാട്ട്സ്, 66. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏകദേശ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 66 വാട്ട്സ് ആണ് അല്ലേ. ഡി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 300 വാട്ട്സ് അതല്ല. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. സോ 66 വാട്ട്സ് ആയിരിക്കും ഈ ഒരു സർക്യൂട്ടിൽ 2 ബൾബും കൂടി കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഡൊമസ്റ്റിക് വയറിങ് ചെയ്തിരിക്കുന്നത് പാരലൽ സർക്യൂട്ടാണ് അല്ലേ. സാധാരണയായിട്ട് നമ്മൾ ബൾബൊക്കെ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ റേറ്റിംഗ് എത്രയാണോ അത്രയും നമുക്ക് പവർ ആഡ് ചെയ്യാൻ പറ്റും. ബട്ട് സീരീസിലാണെങ്കിൽ നമുക്കത് കിട്ടില്ല. സീരീസിൽ നമ്മൾ സാധാരണയായിട്ട് ഈ 2 ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി സാധാരണയായിട്ട് PSCക്ക് ചോദിക്കാറുള്ളത്, ഈ 2 ബൾബിൽ ഏത് ബൾബാണ് കൂടുതൽ ബ്രൈറ്റ്നെസ് കാണിക്കുക എന്നുള്ളതാണ്. സാധാരണ നമുക്ക് പവർ റേറ്റിംഗ് കൂടുതലുള്ള ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. സാധാരണ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ, അതായത് പാരലൽ സർക്യൂട്ടിൽ അല്ലെ, നമ്മൾ കടയിൽ പോയി ഒരു 60 വാട്ട്സ് ബൾബ് വാങ്ങി, നമ്മളൊരു 100 വാട്ട്സിൻ്റെ ബൾബ് വാങ്ങി നമ്മൾ വീട്ടിൽ 2 ഹോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഏത് ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നെസ് കാണിക്കുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് 100 വാട്ട്സ് ബൾബായിരിക്കും. പവർ റേറ്റിംഗ് കൂടുതൽ ഏതിനാണുള്ളത്? അതായിരിക്കും കൂടുതൽ ബ്രൈറ്റ് അല്ലേ, അതാണ് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുക. ഈ 60 വാട്ട് ബൾബ് എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്ന പവർ കുറവായിരിക്കും. സോ ബ്രൈറ്റ്നെസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്ന പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓക്കെയാണ്. അത് പാരലൽ സർക്യൂട്ടിലാണെങ്കിലാണ് ആ ഒരു കാര്യം ശരിയായിട്ട് നമുക്ക് വരുന്നത്. ബട്ട് ഈ 2 ബൾബ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വീട്ടിലല്ല, നമ്മൾ വേറൊരു സർക്യൂട്ട് ഉണ്ടാക്കി, സീരീസ് സർക്യൂട്ട് ഉണ്ടാക്കി, ലൈക്ക് ദിസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്താൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. അതായത് പവർ റേറ്റിംഗ് കൂടുതലുള്ളതിൻ്റെ ബ്രൈറ്റ്നെസ് കുറവായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. PSCക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനൊരു സർക്യൂട്ട് നമുക്കുണ്ടെങ്കിൽ ഇൻ വിച്ച് ബൾബ് വിൽ ഗിവ്സ് മോർ ബ്രൈറ്റ്നെസ് എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ ഏതായിരിക്കും ആൻസർ വരിക? ഓഫ് കോഴ്സ് 100 വാട്ട്സ് ബൾബായിരിക്കും ഇവിടെ നമുക്ക് ആൻസറായിട്ട് വരിക. എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? പാരലൽ നമ്മൾ പറഞ്ഞു പവർ റേറ്റിംഗ് കൂടുതലുള്ളത് മോർ ബ്രൈറ്റ്നെസ് തരും. ജസ്റ്റ് ഓപ്പോസിറ്റ് കേസാണ് സീരീസിൽ വരിക. അതായത് പവർ റേറ്റിംഗ് കൂടുതലുള്ളത് ബ്രൈറ്റ്നെസ് കുറവായിരിക്കും. നമുക്കത് ഓർത്ത് വെക്കാൻ അങ്ങനെ മതി. ബട്ട് അതിൻ്റെ പിന്നിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ആ ഒരു കാര്യം കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനായിട്ടൊന്നും ബന്ധമില്ല, എന്നിരുന്നാലും നമുക്ക് PSCക്ക് സാധാരണയായിട്ട് അത്തരം ഒരു ചോദ്യം കൂടി നമ്മൾ കാണാറുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. സോ ഇത് സീരീസ് സർക്യൂട്ടാണ് അല്ലേ. സർക്യൂട്ടൊക്കെ നമ്മളെ കയ്യിലുണ്ട്. സോ ഈ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, P = I² × R ആണല്ലേ. I² × R എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. ബിക്കോസ് നമ്മുടെ സർക്യൂട്ട് സീരീസ് ആണ് അല്ലേ. സീരീസ് ആണ് നമ്മുടെ സർക്യൂട്ട്. ഓരോ പവറും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇതിലുള്ള കറണ്ട് I ആണെങ്കിൽ സെയിം കറണ്ട് I ആണ് ഇതിലൂടെ നമുക്ക് പാസ് ചെയ്യുന്നത് അല്ലേ. സോ കറണ്ട് സെയിം ആണല്ലോ. സോ പവർ ഈസ് ഈക്വൽ ടു I² × R1. P1 ഈസ് ഈക്വൽ ടു I² × R1 ആയിരിക്കും. അതായത് ഒന്നാമത്തെ ബൾബ് കൺസ്യൂം ചെയ്യുന്ന പവർ P1. നമ്മളിവിടെ പവർ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒന്നാമത്തെ ബൾബിൻ്റെ പവർ അതേപോലെ രണ്ടാമത്തെ ബൾബിൻ്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്തു? ടോട്ടൽ പവർ കണ്ടുപിടിച്ചു. ബിക്കോസ് ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. പവർ കൺസ്യൂംഡ് ബൈ ദം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ
അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പവർ P1 ഈസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു R1. ഐയുടെ വാല്യൂ എനിക്കറിയില്ല. രണ്ടാമത്തെ P2 ഈസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു R2 ആയിരിക്കും അല്ലേ. സോ കറണ്ട് സെയിം ആണ്, I സ്ക്വയർ ആണ്. അപ്പോൾ പവർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഈ റെസിസ്റ്റൻസ് വാല്യൂ R1 ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. P2 എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റൻസ് വാല്യൂ R2നെയാണ് പവർ P2 ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് വാല്യൂ കുറയുമ്പോൾ പവർ കുറയും, റെസിസ്റ്റൻസ് വാല്യൂ കൂടുമ്പോൾ പവർ കൂടും. നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ റെസിസ്റ്റൻസ് R1 കണ്ടുപിടിച്ചത്? V സ്ക്വയർ ഡിവൈഡഡ് ബൈ P1 അല്ലേ. അതേപോലെ R2 എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? V സ്ക്വയർ ഡിവൈഡഡ് ബൈ P2. സോ ഒന്നാമത്തെ ബൾബിൻ്റെ 230 സ്ക്വയർ അല്ലെങ്കിൽ 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ, നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ഒന്നുകൂടി ഞാൻ ഇവിടെ കാണിക്കുകയാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. സോ V സ്ക്വയർ ഡിവൈഡ് ബൈ P1 ദാറ്റ് ഈസ് 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ പവർ P1 ഈസ് 200. രണ്ടാമത്തെ റെസിസ്റ്റൻസ് എന്താണ്? R2 ഈസ് ഈക്വൽ ടു 220 സ്ക്വയർ ഡിവൈഡ് ബൈ 100 അല്ലേ. സോ ഈ വാല്യൂ നമുക്കൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 220 സ്ക്വയർ ബൈ 200ൻ്റെ ജസ്റ്റ് ഡബിൾ ആണെന്ത്? 220 സ്ക്വയർ ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് അല്ലേ. ഒന്ന് 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്ന് അതിൻ്റെ നേരെ ഹാഫ് ആയിട്ടുള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാല്യൂ എന്താവും? ഡബിൾ ആവും അല്ലേ. സോ അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് പറയാം R2 എന്നുള്ളത് എന്താണ്? 2 ഇൻറ്റു R1 ആണ് അല്ലേ. R1ൻ്റെ ഇരട്ടിയാണ് R2. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. 220 സ്ക്വയർ ബൈ 200 ആണ് ഒന്ന്, രണ്ടാമത്തെ 220 സ്ക്വയർ ബൈ 100 ആണ്. സോ R2 ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് വാല്യൂ 2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു R1. R1ൻ്റെ ഡബിൾ ആണ് അല്ലേ. സോ ഇത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഒന്നിൻ്റെ ഡബിൾ ആണ് മറ്റേത്. സോ വാട്ട് ഈസ് ദ റേഷ്യോ? R1 ഈസ് ടു R2 ഈസ് ഈക്വൽ ടു 1:2 ആയിരിക്കും അല്ലേ. 1:2 റേഷ്യോ ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താനായിട്ടുള്ള ഒരു ട്രിക്കാണ്. ദാറ്റ് ഈസ് 1:2 ആയിരിക്കും ഈ രണ്ട് റെസിസ്റ്റൻസ് വാല്യൂ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒന്നാമത്തെ റെസിസ്റ്റൻസിന് ഡബിൾ ആണ് രണ്ടാമത്തെ, ദാറ്റ് ഈസ് 1:2 അല്ലെ. മീനിങ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം, 1:2. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടൽ പവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ടോട്ടൽ പവർ P ഈസ് ഈക്വൽ ടു 66 വാട്ട്സ് ആണ് അല്ലേ. ഈ പവർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സർക്യൂട്ടിൽ? റെസിസ്റ്റൻസ് R1. സോ ഒന്നാമത്തെ ബൾബിൽ എത്ര പവർ പോവും? അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണോ അത്രയും പവർ അവിടെ പോവും അല്ലേ, കൺസ്യൂം ചെയ്യപ്പെടും. രണ്ടാമത്തെ ബൾബിലോ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണോ അത്രയും അല്ലേ, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു വാല്യൂ അവിടെ കൺസ്യൂം ചെയ്യപ്പെടും. സോ ഈ റേഷ്യോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ 66നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ 66 ഇൻറ്റു ഒന്നാമത്തെന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഡിവൈഡ് ബൈ ടോട്ടൽ, അതായത് നമ്മൾ ആഡ് ചെയ്യണം, റേഷ്യോ തമ്മിൽ അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. സോ 1 ഡിവൈഡ് ബൈ 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 66 ഇൻറ്റു 1/3 വിച്ച് ഈസ് ഈക്വൽ ടു 22 വാട്ട്സ്. സോ ഒന്നാമത്തെ ബൾബിൽ, അതായത് 200 വാട്ട്സ് ബൾബിൽ എത്ര പവറാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്? 220 വാട്ട്സ് പവറാണ് നമുക്ക് കൺസ്യൂം ചെയ്യപ്പെടുന്നത്. പവർ P2 ആണെങ്കിലോ, ദിസ് ഈസ് P1 ആൻഡ് വി ഹാവ് P2 ഈസ് ഈക്വൽ ടു ടോട്ടൽ പവർ 66 ഇൻറ്റു എങ്ങനെയാണ് ചെയ്യുക? 2 ആണല്ലേ വരുന്നത് റേഷ്യോയിൽ വാല്യൂ വരുന്നത്. സോ 2 ഡിവൈഡ് ബൈ ടോട്ടൽ 1 + 2 ദാറ്റ് ഈസ് 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു again this is 22, 2 into 22 which is equal to 44 watts. സോ നമുക്ക് 22 44 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 66 നമുക്ക് കിട്ടും. സോ ഒന്നാമത്തെ ബൾബിൽ അല്ലെങ്കിൽ 200 വാട്ട്സ് ബൾബിൽ നമുക്ക് സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ 22 വാട്ട്സ് ആണ് കൺസ്യൂം ചെയ്യുന്ന പവർ. രണ്ടാമത്തെ ബൾബിൽ, അതായത് 100 വാട്ട്സിൻ്റെ ബൾബിൽ, ദിസ് 100 വാട്ട്സിൻ്റെ ബൾബിൽ നമുക്ക് 44 വാട്ട്സ് ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നമുക്കൊരു സീരീസ് സർക്യൂട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ നോർമൽ കേസിൽ പാരലൽ ആകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ രണ്ട് നോർമലായിട്ടുള്ള റേറ്റിംഗ് വരുന്ന വോൾട്ടേജ് ആൻഡ് പവർ റേറ്റിംഗ് വരുന്ന രണ്ട് ബൾബ് നമ്മൾ സീരീസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബൾബിനാണോ പവർ റേറ്റിംഗ് കുറവുള്ളത് അതായിരിക്കും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുക അല്ലേ. സോ അതായിരിക്കും ബ്രൈറ്റ്നെസ് കൂടുതലുണ്ടാവുക. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഐഡിയ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ആ ഒരു കാര്യം നമ്മൾ മറക്കില്ല എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ ഏതെങ്കിലും രീതിയിൽ നമ്മളോട് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു.
പാരലൽ സർക്യൂട്ടിൽ നമുക്ക് പവർ റേറ്റിംഗ് കൂടുതലുള്ള ബൾബ് കൂടുതൽ ബ്രൈറ്റ്നെസ് തരും. സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ പവർ റേറ്റിംഗ് കുറവുള്ള ബൾബായിരിക്കും കൂടുതൽ നമുക്ക് ബ്രൈറ്റ്നെസ് തരിക. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും അല്ലേ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, ദ ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് ഓഫ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: നിക്രോം, കോപ്പർ, ടങ്സ്റ്റൺ, ലെഡ്, ടിൻ, അലോയ്. സോ സാധാരണയായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആൻസർ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നിക്രോം ആണ്. നമുക്കറിയാം നിക്രോം എന്ന് പറയുന്നത് ഹീറ്റിംഗ് എലമെൻ്റ് ആണ് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിക് അയേണിൽ അതേപോലെ ഫർണസിലൊക്കെ നമുക്ക് ഹീറ്റിംഗ് എലമെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോം കമ്പികളാണ് നമ്മളവിടെ ചുരുളുകളായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. സോ നിക്രോം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹീറ്റിംഗ് എലമെൻറ്റ്. സോ അതൊരിക്കലും ഫ്യൂസ് വയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഹീറ്റിംഗ് എലമെൻറ്റിന് എന്താ പ്രത്യേകത, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും അല്ലേ. ഹീറ്റിംഗ് എലമെൻറ്റ് എത്ര കറണ്ട് പാസ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോകാൻ പാടില്ല, അതങ്ങനെ കത്തി നിൽക്കണം അല്ലേ. ദാറ്റ് ഈസ് ഹീറ്റിംഗ് എലമെൻറ്റ്. ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കണം അല്ലേ. കറണ്ട് നന്നായിട്ട് പാസ് ചെയ്യണം. ആ കറണ്ട് കാരണം അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവണം. നമുക്കറിയാം H = I²RT ആണ് അല്ലേ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എനർജി ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ എനർജി ദാറ്റ് ഈസ് H = I² ഹീറ്റ് എനർജി H = I² RT. സോ അതിൽ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നു അത്രയും ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ ഹീറ്റാണ് നമ്മൾ അയൺ ബോക്സിൽ അല്ലെങ്കിൽ നമ്മൾ ഹീറ്ററിൽ, വാട്ടർ ഹീറ്ററിലൊക്കെ നമ്മൾ ആ ഒരു ഹീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഹീറ്റ് ഫോർ സം ടൈം നമുക്ക് കിട്ടണം അല്ലേ. കുറച്ചധികം സമയത്തേക്ക് ഹീറ്റ് നമുക്ക് കിട്ടണം. കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരിക്കലും ആ ഒരു എലമെൻറ്റ് ഫ്യൂസായി പോകാൻ പാടില്ല അല്ലെങ്കിൽ മെൽറ്റായി പോകാൻ പാടില്ല. ലോ ടെമ്പറേച്ചറിൽ അത് മെൽറ്റായി പോകാൻ പാടില്ല. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആയിരിക്കണം അല്ലേ. സോ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലിൽ നമുക്ക് ഉള്ളത്. ഒരിക്കലും നമുക്കത് ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ബിക്കോസ് എന്താണ് ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത? ഫ്യൂസ് വയർ എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ കറണ്ട്, ഫോർ എക്സാമ്പിൾ എബൌട്ട് 10 ആംപിയർ വന്നു കഴിഞ്ഞാൽ ആ ഫ്യൂസ് മെറ്റീരിയൽ ഫ്യൂസായി പോകണം അല്ലെങ്കിൽ അത് മെൽറ്റായി പോകണം. സോ നമ്മളവിടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും 10 ആംപിയർ. സോ ആ 10 ആംപിയർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സോ എബൌട്ട് 10 ആംപിയർ ആയിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്തായി പോകണം, ആ ഫ്യൂസ് നമുക്ക് ഉരുകിപ്പോകണം. സോ അവിടെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കണം. ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്യൂസ് ആക്ഷൻ അവിടെ നടക്കില്ല. നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, എല്ലാം നശിച്ചു പോകും അല്ലേ. ഓവർലോഡ് വന്ന് അല്ലെങ്കിൽ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ട് എലമെൻറ്റ്സ് ലൈക്ക് മിക്സർ, ഫാന്, ഇലക്ട്രോണിക് സർക്യൂട്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമുക്ക് ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് വരും. സോ ഫ്യൂസ് ആക്ഷൻ കൃത്യമായിട്ട് നടക്കണം. നമുക്കൊരു ലിമിറ്റ്, ഫോർ എക്സാമ്പിൾ 10 ആംപിയർ അതിൻ്റെ എബോവ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്യൂസ് ആക്ഷൻ നടക്കണം. സോ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം അല്ലെ. വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ആ മെറ്റീരിയൽ ഫ്യൂസായി പോകണം അല്ലെങ്കിൽ മെൽറ്റായി പോകണം. സോ ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്നാമത്തത് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ നമുക്ക് 2 പ്രോപ്പർട്ടീസാണ് പറയാനുള്ളത്. ഒന്നാമത്തത് വി ഷുഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ഹൈ കണ്ടക്ടിവിറ്റി അല്ലേ. നല്ല കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ലോ മെൽറ്റിംഗ് പോയിൻറ്റ് മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് ഹൈ കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയൽ കൂടി ആയിരിക്കണം. ബിക്കോസ് കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യണം, അതിനൊപ്പം തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവായിരിക്കണം. സോ ഈ 2 പ്രോപ്പർട്ടിയാണ് നമുക്ക് ഫ്യൂസ് വയറിന് ആവശ്യമായിട്ടുള്ളത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ അല്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോപ്പർ ആണ്. കോപ്പർ ഈസ് എ പ്യുവർ കണ്ടക്ടർ അല്ലേ. കോപ്പർ നല്ലൊരു കണ്ടക്ടറാണ്. സോ അതിൻ്റെയും എന്തല്ല, മെൽറ്റിംഗ് പോയിൻ്റ് ഒന്നും വളരെ കുറവല്ല. നമ്മൾ സാധാരണയായിട്ട് കോപ്പർ ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്യൂസ് വയറായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ സാധാരണ വീട്ടിൽ വയറിങ്ങിന് വേണ്ടി കോപ്പർ വയർ ഉപയോഗിക്കാറുണ്ട്. മെഷീൻസിൻ്റെ വൈൻഡിങ്സിൽ നമ്മൾ കോപ്പർ വയർ ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂസ് വയർ കെട്ടാനായിട്ട് നമ്മൾ വയറിൻ്റെ അകത്തുനിന്ന് അല്ലെ 2-3 വയറുകൾ കോപ്പർ
കമ്പികൾ ഊരി നമ്മൾ ഫ്യൂസ് വയറായിട്ട് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത്ര സേഫ് അല്ല, ബിക്കോസ് സ്റ്റാൻഡേർഡ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് കോപ്പർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ബിക്കോസ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അത്ര ചെറുതല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ നമുക്കറിയാം ഇൻകാൻഡസെൻ്റ് ലാമ്പ് അല്ലേ, ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് അല്ലേ, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഇതിൻ്റെ ഈ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആയിരിക്കും. എന്താ ടങ്സ്റ്റൻ്റെ പ്രത്യേകത? മെൽറ്റിംഗ് പോയിൻറ്റ് ഈസ് വെരി ഹൈ. ബിക്കോസ് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ആ ഹീറ്റ് എനർജിയാണ് നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ഒരു പ്രത്യേകത. സോ അവിടെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആണ്. സോ അത് നമുക്ക് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ലെഡ് ടിൻ അലോയ്. ഇതാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും, അതേപോലെ ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കും. സോ ഓർത്ത് വെക്കുക, നമ്മൾ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു അലോയ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ ലെഡ് PB ആൻഡ് ടിൻ SN അല്ലേ. പീരിയഡിക് ടേബിളിൽ നമുക്ക് സിംബൽസ് PB ആൻഡ് SN എന്ന് കാണാം. സോ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദിസ് ഈസ് ഫ്യൂസ് വയർ. സോ PB/SN ഫ്യൂസ് വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് question.